படம் ஓடுமா சார்? 220 கோடி வருமா சார்? நாங்கள் அதை சொல்லவே இல்லையே. நாங்கள் 220 கோடின்னு நாங்கள் சொல்லலை. ഈ ഒരു ഐറ്റമാണ്. ഒരു നോൺ ഫ്രണ്ട്ലി പീപ്പിളാണ്. അതായത് അവർക്ക് വേണ്ട സമയത്ത് മാത്രമേ ഇവർ ഫ്രണ്ട്ലി ആവും. അല്ലാത്ത സമയത്തൊക്കെ ഇവർ ഇങ്ങനെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലാണ് ഇവർ സംസാരിക്കുന്നത്. ഇതിൽ വലിയ മീൻ പിടിച്ചത് ഗോകുലമാണ്. പുള്ളിക്ക് വലിയ മുടക്കില്ലാതെ പഴയ ഒരു കടത്തിൻ്റെ പേരിൽ ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ കിട്ടി. തമിഴ്നാട്ടിലുള്ള റൈറ്റ്സൊക്കെ കിട്ടിയെന്നാണ് പറയുന്നത്. മലയാളി യൂട്യൂബേഴ്സിനൊക്കെ പുല്ലുവില. അവന്മാർ എന്താണെങ്കിലും എത്ര പ്രൊമോട്ട് ചെയ്താലും എവിടെ വരെ വരാനല്ലേ? എന്ത് കിട്ടാനാ? ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം എന്നുള്ള രീതിയിൽ നമ്മുടെ ലാലേട്ടൻ ആൻഡ് പൃഥ്വിരാജ് ഈ രണ്ട് പേരുടെ ഇൻ്റർവ്യൂസ് നമ്മൾ കുറേ കാണുന്നുണ്ട് ഈ അടുത്തായിട്ട്. എന്താണെന്ന് വെച്ചാൽ ലൂസിഫർ L2E എമ്പുരാൻ, ലൂസിഫറിൻ്റെ 2ാം ഭാഗം എമ്പുരാൻ, ഭയങ്കര ഇൻ്റർവ്യൂസാണ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ കേരള എന്ന് പറയുന്ന രാജ്യത്തുള്ള ഒറ്റ ഒരു യൂട്യൂബറിനും ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കിട്ടിയിട്ടില്ല. മോഹൻലാൽ ആൻഡ് പൃഥ്വിരാജ് ഏട്ടൻ ഇവരിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളി യൂട്യൂബേഴ്സിനൊക്കെ പുല്ലുവില. അവന്മാർ എന്താണെങ്കിലും എത്ര പ്രൊമോട്ട് ചെയ്താലും എവിടെ വരെ വരാനല്ലേ? എന്ത് കിട്ടാനാ? ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം എന്നുള്ള രീതിയിൽ മലയാളത്തിൽ അങ്ങനെ വലിയ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് വലിയ യൂട്യൂബ് ചാനൽസിനൊക്കെ ഉള്ളു. അല്ലാതെ ഈ ഇൻഡിവിജ്വൽസിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഞാൻ പറയുന്ന പരിപാടിയൊന്നുമില്ല. പക്ഷേ തമിഴിൽ ഇർഫാൻ റിയാക്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, ഫുഡ് ബ്ലോഗറാണ്. പുള്ളിയുടെ ചാനലിൽ പോയി. പിന്നെ മദൻ ഗൗരി എന്ന് പറയുന്ന ഒരാളുണ്ട്, ആ ചാനലിൽ പോയില്ലെന്ന് തോന്നുന്നു. അത് ചിലപ്പോൾ ഇന്നോ നാളെയോ വല്ലതും ഉണ്ടാവും. പിന്നെ വേറെ ഏതോ 1-2 തമിഴ് ചാനലിലൊക്കെ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് തമിഴിലൊക്കെ കണ്ടു. എന്താ പറയാൻ പോകുന്നത് നമുക്കറിയാമല്ലോ. ആ ബഡ്ജറ്റ്, അതിൻ്റെ ബഡ്ജറ്റ് ഞങ്ങൾ പറഞ്ഞിട്ടില്ലോ. ഇതിൻ്റെ ബഡ്ജറ്റ് ശരിക്കും 220 കോടിയാണോ? ഇത്രയും വലിയൊരു ബഡ്ജറ്റുള്ള ഒരു സിനിമ മലയാളത്തിലെടുത്താൽ വിജയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പടം ഓടുമാ സാർ? 220 കോടി വരുമാ സാർ? நாங்கள் அதை சொல்லவே இல்லையே. நாங்கள் 220 கோடின்னு நாங்கள் சொல்லலை. ഈ ഒരു ഐറ്റമാണ് അവിടെ ഇവിടെയൊക്കെ കേൾക്കാൻ പറ്റിയത്. പടം എന്താണേലും ബമ്പർ വിജയമായിരിക്കും. പക്ഷെ പടം അത്രയും രസം ഉണ്ടാവുമോ എന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. പടം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കോംപ്ലക്സ് ആണ് എന്നാണ് പുള്ളി പറയുന്നത്. പൃഥ്വിരാജ് പറയുന്നുണ്ട് മുരളി ഗോപിയുടെ ആ പഴയ ഒരു ഊർജം ഇപ്പോഴും ചോർന്നു പോകാതെ ഇരിപ്പുണ്ടോ എന്ന് നമുക്കറിയില്ല. പോയി നോക്കിയാലേ അറിയുള്ളൂ, ഈ പടം കണ്ടാലേ അറിയുള്ളൂ. അങ്ങനെ ഉദ്ദേശിച്ചാൽ ഞാൻ, ഡോണ്ട് മിസ്റ്റേക്ക് മീ. ആണേലും ഈ പടം ഇറങ്ങി സൂപ്പർ ഹിറ്റായിട്ട് ഈ പടം ഓടി തകർത്ത്. ഇടയ്ക്ക് ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു, 1000 കോടി കിട്ടുമോ സാർ? 1000 കോടി കിടക്കുമാ? അപ്പോൾ നമ്മുടെ ലാലേട്ടൻ പറയാണ്, ഓ ഉങ്ക നാക്ക് പൊന്നാവട്ടോ. ഇയാൾക്ക് തമിഴ് മര്യാദയ്ക്ക് അറിയില്ലെങ്കിൽ അത് പറയാണ്ടിരുന്നാൽ പോരെ, മലയാളത്തിൽ തന്നെ അങ്ങ് പറഞ്ഞാൽ പോരെ. ആണെങ്കിലും നല്ല രസമുണ്ട്, സംഭവങ്ങളൊക്കെ നല്ല വെടിപ്പായിട്ടുണ്ട്. പടം എന്താണേലും തകർത്താടാനുള്ള സാധ്യതയുണ്ട്. ആറാട്ടെണ്ണം പറഞ്ഞ പോലെ ആറാടുകയാണെന്ന് അയ്യോ. ആണേലും പടം എമ്പുരാൻ സൂപ്പർ ഹിറ്റായിരിക്കും. ഓൾ ദ ബെസ്റ്റ് ടു എമ്പുരാൻ. കോൺട്രവേഴ്സീസ്. ഷാരുഖ് ഖാൻ ഉണ്ടോ, അമിതാഭ് ബച്ചൻ ഉണ്ടോ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഇവിടെ ഷാരുഖ് ഖാൻ ഉണ്ടെങ്കിൽ ഇത്രയും സീക്രട്ടായിട്ട് വെക്കുമോ? പിന്നെ കുറേ വാണങ്ങളുണ്ട്, അവർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഷാരുഖ് ഖാൻ്റെ സീൻ കട്ട് ചെയ്ത് കാണും, ചിലപ്പോൾ ഒരെണ്ണം ഉണ്ടായത് കാണും, അത് ചിലപ്പോൾ 2 എണ്ണം ഉണ്ടായിരുന്നു കാണും. അതിൽ 1 കട്ട് ചെയ്തിട്ട് 1 വെച്ചിരിക്കും. പിന്നെ ആരോ വരുന്നുണ്ട്, സഞ്ജയ് ദത്ത് റോളക്സ് വണ്ടി എന്നൊക്കെ പറഞ്ഞ നടപ്പുണ്ട്. ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ 220 കോടിയൊക്കെ വന്നത്. ഇതിനകത്ത് ലൈക്ക പ്രൊഡക്ഷൻസിന് 10-70 കോടി രൂപ എങ്ങാണ്ട് കടമുണ്ടായിരുന്നു മറ്റേ ഗോകുലം ചേട്ടൻ്റെ അടുത്ത്. അപ്പോൾ ആ കടം ഒഴിവാക്കിയിട്ടാണ് ഗോകുലം ഇതിൽ വലിയ മീൻ പിടിച്ചത് ഗോകുലമാണ്. പുള്ളിക്ക് വലിയ മുടക്കില്ലാതെ പഴയ ഒരു കടത്തിൻ്റെ പേരിൽ ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ കിട്ടി. തമിഴ്നാട്ടിലുള്ള റൈറ്റ്സൊക്കെ കിട്ടിയെന്നാണ് പറയുന്നത്. അതൊക്കെ അവരുടെ ഇൻറ്റേർണൽ കാര്യങ്ങളാണ്. പിന്നെ ഇൻറ്റേർണൽ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചോദിക്കാൻ പാടില്ല. നമ്മൾ ലിമിറ്റ്സ് അറിഞ്ഞ് വേണം ഇവരുടെ അടുത്ത് പെരുമാറാൻ. ഭയങ്കര പ്രശ്നമാണ്. ഇവർ ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ കൊണ്ട് സോഷ്യൽ മീഡിയയിലിടും. ഞാൻ ഇങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത്, ഞാൻ അങ്ങനെയാണെന്നൊക്കെ പറയും. പിന്നെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങ് റിയാക്ട് ചെയ്ത് കളയും. അതുപോലെയാണ് ഞാൻ കണ്ടത്. ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു, മമ്മൂക്കയ്ക്ക് വേണ്ടി എന്തോ വഴിപാട് കഴിച്ചെന്ന് പറയുന്നത് കേട്ടല്ലോ, സത്യമാണോ? എന്താ പുള്ളിക്ക് അസുഖം? അത് சொல்லணும், അത് சொல்ல വേണ്ടിയ, അത് ഐ ഡോണ്ട് ഹാവ് ടു സേ എന്നുള്ള രീതിയിൽ പുള്ളി ഇങ്ങനെ ലാലേട്ടൻ പറഞ്ഞു വെക്കുകയാണ്.
അത് എന്തിനാ ഈ കൗണ്ടർ അടിച്ചടിച്ച്, അതായത് ഒരു നോൺ ഫ്രണ്ട്ലി പീപ്പിളാണ്. അതായത് അവർക്ക് വേണ്ട സമയത്ത് മാത്രമേ ഇവർ ഫ്രണ്ട്ലി ആവും, അല്ലാത്ത സമയത്തൊക്കെ ഇവരിങ്ങനെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലാണ് ഇവർ സംസാരിക്കുന്നത്. അതായത് എന്ത് ചോദിച്ചാലും അതിന് മുടക്ക് വർത്താനം എന്ന് പറയില്ലേ, അതുപോലെയാണ് എനിക്ക് തോന്നിയത് മൊത്തത്തിൽ. അത് തഗ്ഗെന്നാണ് പറയുന്നത്. ഇപ്പോൾ അതിനെ ഒരു അപ്രിഷ്യേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനി ഇപ്പോൾ ഉള്ള പിള്ളേർ നാളെ വളർന്നു വരുമ്പോൾ ഇവന്മാർ എന്ത് തഗ്ഗായി തീരുമെന്ന് തന്തയോട് ചോദിക്കും, എന്താടാ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ തന്നെ ചോദിക്കാറുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ആയിത്തീരുമോ? ഈ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോഴേ ഈ തഗ് ബഗ് എന്നൊക്കെ പറഞ്ഞ് ഈ വക സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കണം. ഇത് കണ്ടാണ് ഈ ഒരു തലമുറ വളർന്നു വരുന്നതെന്നുള്ളത്. നിങ്ങളെയൊക്കെ വലിയ എക്സാമ്പിളാക്കിയിട്ടാണ് ഈ പിള്ളേരൊക്കെ വളർന്നു വരുന്നത്. അപ്പോൾ അവർക്കുള്ള എക്സാമ്പിളാണോ ഇതൊക്കെ? ഞാൻ പോയി അത് ശരിക്കും അത് പ്രൈവറ്റായിട്ട് ഞാൻ ചെയ്തതാണ്, അത് ആരോ ലീക്ക് ചെയ്തു, അത് പോട്ടെ, അത് കുഴപ്പമില്ല, പുള്ളിയുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അത് ഞാൻ ഈസ് എ ഫ്രണ്ട്, ഐ ഹാവ് ടു സേ ഇറ്റ്. ഞാൻ അത് പറയണോ, ഞാൻ അങ്ങനാണോ, ഞാൻ ഇങ്ങനാണോ, എന്തൊക്കെയാണ് വെച്ച് കാച്ചിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നെഗറ്റീവ് അടിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എനിക്കിത് കാണുമ്പോൾ ഇത് ഇമാരി, അതായത് മൊത്തത്തിൽ TV, ടെലിവിഷൻ, വീഡിയോസ്, ഈ സിനിമ, ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തഗ്ഗെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു സംഭവത്തിനെ പിടിച്ച് പൊക്കി വെച്ചുകൊണ്ട് എന്തുവാടെ പുള്ളി അങ്ങ് തഗ്ഗാണ്, മമ്മൂക്ക തഗ് ലൈഫ്. എന്തുവാ ഈ തഗ്ഗെന്ന് പറഞ്ഞാൽ? തഗ്ഗെന്ന് പറഞ്ഞാൽ ഒരു വൃത്തികെട്ട വാക്കാണ്. തഗ്ഗെന്ന് പറഞ്ഞാൽ തഗ്ഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഊള സാധനം, ഒരു ഊളൻ എന്നുള്ള രീതിയാണ് തഗ്ഗെന്ന് പറയുന്നത്. തഗ്ഗെന്ന് പറഞ്ഞാൽ വലിയ ഭയങ്കര സംഭവമൊന്നുമല്ല, ഒരു വൃത്തികെട്ടവനാണ്, അടി ഇടി തൊഴി ഈ പരിപാടിയായിട്ട് നടക്കുന്നവനാണ്, അവനാരെയും പേടിയും കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് തഗ്. അപ്പോൾ അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് പിള്ളേർക്ക്. പിന്നെ 5 പേരെ കൊന്നു, 8 പേരെ കൊന്നു, ഇത് കണ്ടോ, ഇതാ ഇങ്ങനെ സംഭവിച്ചു, ഇത് ലഹരിയാണ്, അണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ്. ഇപ്പോൾ ഞാൻ ഈ കണ്ണാടിയും ഈ തൊപ്പിയും വെച്ച് വന്നിരുന്നു കഴിഞ്ഞാൽ ഞാൻ തഗ്ഗായി, അല്ലെങ്കിൽ ഞാൻ ഊളനായി, അല്ലെങ്കിൽ ഞാൻ വെറും വേസ്റ്റായി. എന്താണ് എനിക്ക് തോന്നുന്ന ഒരു സംഭവം ഞാൻ ചെയ്യുന്നു. ഇത് ആരെയും ബാധിക്കുന്നില്ലല്ലോ, ആരെയും ഞാൻ ഹേർട്ട് ചെയ്യുന്നൊന്നുമില്ലല്ലോ. പക്ഷേ ലാലേട്ടനെ ഈ ആൾക്കാർ മമ്മൂക്കയുടെയൊക്കെ ഇൻ്റർവ്യൂവിൽ ഇവർ മറ്റൊരാളിനെ ഇട്ട് ആസാക്കിക്കൊണ്ടാണ് വർത്താനം പറയുന്നത്. അതാണ് തഗ് ലൈഫ്, അതാണിത്. നമ്മുടെ കമൻസിലൊക്കെ കണ്ടാൽ അറിയാം. വന്നിട്ട് അങ്ങ് തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ തെറി വിളിക്കുകയാണ്. എന്തിനാ തെറി വിളിച്ചിട്ട് അത്രയും സന്തോഷം കിട്ടി? അങ്ങ് പോയോ? ഇല്ലല്ലോ. അങ്ങനെയൊക്കെ സംഭവിക്കുമോ? തെറി വിളിച്ചു കഴിഞ്ഞാൽ പോകുമോ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോയി ചെയ്തോ, പോയി തെറി വിളിച്ചോ, വന്ന് കുറേ തെറി വിളിച്ചിട്ട് പോക്കോ. അത് യൂട്യൂബ് എന്നാണെങ്കിലും എടുത്ത് കളയും, പിന്നെ നിങ്ങൾക്ക് പോകുമല്ലോ. പിന്നെ അതൊരു നല്ല കാര്യമാണ്. കുറേ ഊളന്മാർ. ഞാനത് പറയണോ? അത് എൻ്റെ പ്രൈവറ്റ് ഇതാണെങ്കിൽ നിങ്ങൾ തലയിൽ മൂടി ഇട്ടിട്ട് പോയാൽ പോരായിരുന്നോ? ശബരിമലയ്ക്ക് ഇങ്ങനെ പോകണമായിരുന്നു. 50 ആൾ കൂടെ ഉണ്ട്, കുറേ സെക്യൂരിറ്റിയും മറ്റേതും മറിച്ചതും ഒക്കെ ആയിട്ട്. എന്താ പറയുന്നത്, നമ്മൾ നെഗറ്റീവായിട്ട് ലാലേട്ടനെ കുറിച്ച് നെഗറ്റീവായിട്ട് പറയാമെന്ന് വിചാരിക്കും. ലാലേട്ടനെ നമുക്ക് നെഗറ്റീവായിട്ട് പറയുന്നതല്ല. ലാലേട്ടനെ എനിക്ക് ഇഷ്ടമൊക്കെയാണ്, ലാലേട്ടൻ നല്ല മനുഷ്യനൊക്കെയാണ്. പക്ഷേ കൂട്ടുകൂടുന്ന ആൾക്കാരൊക്കെ ഒന്നും ശരിയല്ല, അതാണ് പ്രശ്നം. അതായത് കൂടെ നടക്കുന്ന ആൾക്കാർ ഒരു സർക്കിൾ ഉണ്ടല്ലോ, ആ സർക്കിൾ മൊത്തം ഈ തഗ്ഗാണ്. തഗ് ഭയങ്കര സംഭവം എന്നാണ് പറയുന്നത്. തഗ്ഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് എന്തോ നോബൽ സമ്മാനം, അല്ലെങ്കിൽ പീസ് നോബൽ സമ്മാനം, നോബൽ പ്രൈസ് ഫോർ പീസ് എന്നൊക്കെ പറയുമല്ലോ, ഇതുപോലെയൊക്കെയാണ് തഗ്ഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ പാടെ. എന്നാണെങ്കിലും ബാക്ക് ടു എമ്പുരാൻ ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്. എമ്പുരാൻ വന്നു കഴിയുമ്പോൾ തകർത്ത് ഇങ്ങനെ വാരിക്കൊണ്ട് പോകും. 1000 കോടി എന്നൊക്കെ ഇപ്പോഴേ ആൾക്കാർ അടിച്ചു വിട്ട് കഴിഞ്ഞു. 500 കോടി എന്തോ ആണെങ്കിലും അടിക്കും എൻ്റെ ഒരു ഒപ്പീനിയനിൽ. കാരണം അമ്മാര് ബിൽഡപ്പായി പോയി, അമ്മാര് സംഭവമാണ്, അമ്മാര് ആൾക്കാർക്ക് ഇഷ്ടമാണ്. ലാൽ, ആ പഴയ ലാലേട്ടനെ കാണാനാണ് നമുക്കിഷ്ടം. പക്ഷേ ഇപ്പോൾ ഇത് പുതിയ ലാലേട്ടനാണ്. പുള്ളിയുടെ ചരിവുമായി ഇതൊക്കെ മാറിപ്പോയില്ലേ. എന്താണേലും ഓൾ ദ ബെസ്റ്റ് ടു എമ്പുരാൻ.